നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് കേവലം ഒരു പ്രവചനം മാത്രമല്ല, കൃത്യമായ ഗണിത ശാസ്ത്രം കൂടിയാകുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണവും അവ നമ്മുടെ രാശിചക്രത്തിൽ ചെലുത്തുന്നതായ സ്വാധീനവും കൃത്യമായി ഗണിച്ചെടുക്കാൻ അതുവഴി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചനാഥനായ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹവും നവഗ്രഹങ്ങളുടെയും ഒക്കെ അനുഗ്രഹത്താൽ നാളത്തെ ദിവസത്തിൻ്റെ ഗ്രഹചലനങ്ങളും അവയുടെ കൃത്യമായ നക്ഷത്ര ഫലങ്ങളും നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നാളത്തെ ദിവസം, അതായത് 2026 ജൂൺ മാസം 26 വെള്ളിയാഴ്ചയാണ്. കൊല്ലവർഷം 1201, മിഥുനമാസം 12. അപ്പോൾ ജ്യോതിഷപരമായി വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. അതായത് ശുക്രഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള ദിവസമാണ്. കൂടാതെ ലക്ഷ്മി ദേവി, അതായത് മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രീതിയുള്ള, അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രീതിക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കുന്നതായ ഏറ്റവും ഉത്തമമായ ദിവസം കൂടിയാകുന്നു നാളെ വെള്ളിയാഴ്ച. അപ്പോൾ നാളത്തെ പഞ്ചാംഗ ഗണന അനുസരിച്ച് നാളെ സൂര്യോദയ സമയത്ത് കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയാണ് വരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ നാളത്തെ ദിവസം പുലരുന്നത് വിശാഖം നക്ഷത്രത്തോടു കൂടിയാണ്. അപ്പോൾ നാളെ പകൽ മുഴുവൻ വിശാഖം നക്ഷത്രത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ വിശാഖം നക്ഷത്രത്തിൻ്റെ കീഴിലായിരിക്കും. ഇനി വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം വിശാഖ നക്ഷത്രം മാറി അനിഴം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രഹങ്ങളുടെ ഈ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നതായ ചന്ദ്രൻ നാളെ തുലാം രാശിയിലായിരിക്കും സഞ്ചാരം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വ്യാഴം, ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും ധനകാരകനായ ശുക്രൻ്റെയും ദൃഷ്ടിപഥങ്ങൾ രാശിചക്രത്തിൽ സവിശേഷമായ ഒരു യോഗം കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നവഗ്രഹങ്ങളുടെ ഈ വിന്യാസ നിമിത്തം നാളത്തെ ദിവസം എന്നും ഉള്ളതുപോലെ തന്നെ ചില സവിശേഷമായ അനുഭവങ്ങൾ ചില നക്ഷത്രക്കാർക്ക്, അതായത് അതിശക്തമായ ഗ്രഹങ്ങളുടെ ഈ ആനുകൂല്യം കൂടി, അതായത് ശുഭഫലങ്ങൾ എന്നോണം നമ്മുടെ ജീവിതത്തിലേക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് ലഭിക്കുന്നതായ സവിശേഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ നിലവിലെ ചലനവും രാശിസ്ഫുടവും കൃത്യമായി അപഗ്രഥിക്കുമ്പോൾ നാളത്തെ ദിവസം ഏറ്റവും ഉയർന്ന ഗ്രഹങ്ങളുടെ ആനുകൂല്യം പ്രകടമാകുന്നത് അശ്വതി, ഭരണി, മകം, പൂരം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം അശ്വതി, ഭരണി, മകം, പൂര നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിനമായിരിക്കും. ഇവിടെ ശുഭഫലങ്ങളായി നമുക്ക് പറയാൻ സാധിക്കുന്നത്, വളരെ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ധനപരമായ കാര്യങ്ങൾക്ക് ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ കർമ്മ രംഗത്ത്, അതായത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുരോഗതിയും, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാനും, അല്ലെങ്കിൽ നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് കയ്യിലേക്ക് നിങ്ങൾക്ക് ലാഭമായി മാറാനുള്ള സാധ്യതയുമൊക്കെ അവസരവുമൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്കും ആഗ്രഹിച്ച മേഖലയിൽ നിന്ന് ചില അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുവാനുള്ള യോഗവും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നാളത്തെ ദിവസം ഈ ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കിയാൽ ഇതിനു പിന്നിലും ജ്യോതിഷപരമായ കാരണമുണ്ട്. അതായത് നാളത്തെ ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ഒരു അനുകൂല ഭാവത്തിലുള്ള ദൃഷ്ടി കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നതും നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ വളരെയധികം ശോഭനമാകുന്നതിന്, അതായത് ഉണർത്തുന്നതിന് വഴിയൊരുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾക്ക് കൃത്യമായൊരു ദിശാബോധം നൽകുന്നതിനും ഇതുവഴിയൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഇനി വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി അതും നാളത്തെ ദിവസം ഉള്ളതിനാൽ നിങ്ങൾ നാളത്തെ ദിവസം സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പരാജയവും ഉണ്ടാവുകയില്ല എന്നതിവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ശത്രുക്കളുടെ നിങ്ങളുടെ മേലുള്ളതായ നീക്കങ്ങൾ, അതായത് എന്തെങ്കിലും ദോഷം ചെയ്യുന്നു എന്നല്ല, വാക്കുകളാൽ പോലും നിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ, അത് കർമ്മ മേഖലയിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള നീക്കങ്ങൾ ആരെങ്കിലും ചെയ്താൽ പോലും ബുദ്ധിപൂർവ്വം നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാനും നാളത്തെ ദിവസം സാധിക്കുമെന്നതാണ് നാളെ ഇവിടെ നമുക്ക് ഫലമായി പറയാൻ കഴിയുന്നത്. ഇനി അടുത്തതായി ചിത്തിര, ചോതി, മൂലം, പൂരാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും നാളത്തെ ദിവസത്തിൻ്റെ ഗ്രഹവിന്യാസം വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ, വഴക്ക്, തർക്കങ്ങൾ ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സമാധാനം വന്നു ചേരുന്നതായ ഒരു ദിവസമായിരിക്കും. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലെ ഭിന്നതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിനിടയിലുള്ള ഭിന്നതകളെ
പറഞ്ഞ് രമ്യതയിലാക്കി പരിഹരിക്കാൻ മൂന്നാമതൊരാൾ അറിയാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കിടയിൽ തന്നെ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഇനി വിദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവരാണെങ്കിലും നാളെ വളരെ നിർണായകമായ ഒരു അനുകൂല വാർത്ത ലഭിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇനി ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുമുള്ള അഡ്വാൻസ് തുക കൈമാറാനുമൊക്കെ നാളെ ഏറ്റവും ശുഭകരമായ സമയവും ദിവസവുമാണ് ഈ നക്ഷത്രക്കാർ. കൂടാതെ കടബാധ്യതകൾ കുറയ്ക്കാനുള്ള പുതിയ ചില വരുമാന മാർഗങ്ങളും നാളത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുക എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. അതായത് നാളെ ചന്ദ്രൻ സ്വന്തം രാശിയായ തുലാമിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അത് ഈ നക്ഷത്രക്കാരുടെ മനസ്സിനൊരു വലിയ ആത്മവിശ്വാസവും ശാന്തതയും ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കും. കൂടാതെ അനാവശ്യമായി മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരുന്ന ഭയങ്ങളുണ്ടെങ്കിൽ ആശങ്കകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒരു മുക്തി നേടാനായി നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ കൂടാതെ ഈ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ നിങ്ങളുടെ ഭാഗ്യഭാവത്തെ വളരെയധികം സ്വാധീനിക്കുന്നതിനാൽ തന്നെ സർക്കാർ മേഖലയുമായി അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നും അധികാരികളിൽ നിന്നുമൊക്കെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഏതെങ്കിലും വിധേന തടസ്സപ്പെട്ടിരുന്നതാണെങ്കിൽ നാളത്തെ ദിവസം ആ തടസ്സങ്ങൾ മാറി എന്ന സൂചന ലഭിക്കുകയോ അല്ലെങ്കിൽ ആ തടസ്സം മാറിയ തുകയാകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഏതായാലും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. അടുത്തതായി ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, കുംഭക്കൂറിലും മീനക്കൂറിലും വരുന്ന ഈ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അതേപോലെ നാളത്തെ ദിവസം എക്സാമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ചില ദിവസങ്ങളിൽ അത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാലും പേപ്പറിലേക്ക് ചെന്ന് എഴുതാൻ നേരത്തിലുള്ള മൈൻഡിൽ ഒന്നും ഓർമ്മ വരാത്ത അവസ്ഥയുണ്ടാകും. അതും ഗ്രഹങ്ങളുടെ സ്വാധീന നിമിത്തമാണെന്നത് മനസ്സിലാക്കുക. നമ്മൾ എത്ര പഠിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് ഭാഗ്യമില്ലാത്തതുപോലെ അത് നമ്മൾ പറയാറുണ്ടല്ലോ പൊതുവെ, ഇന്ന് നിൻ്റെ ദിവസം ആയിരുന്നില്ല എന്ന് പറയാറില്ലേ. അതും ഇങ്ങനെ ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യം നമ്മളിലേക്ക് വരാത്തതിനാൽ തന്നെയാണ്. ഇന്ന് ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു മുക്തി ലഭിക്കുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും. ഇനി അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനമെടുക്കാനും നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നുണ്ട്. പുതിയ നല്ല ആലോചനകളൊക്കെ വരാനും നാളത്തെ ദിവസത്തിൻ്റെ ഗ്രഹനില അനുകൂലമായിട്ടാണ് ഇവിടെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ശുഭഫലം നിങ്ങൾക്ക് നാളത്തെ ദിവസം ലഭിക്കുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ അത് തന്നെ മാറ്റിത്തരാം. അതായത് നാളെ നിലനിന്നിരുന്ന വിശാഖ നക്ഷത്രത്തിൻ്റെ ശുഭസ്വാധീനം വെള്ളിയാഴ്ചയുടെ ഒരു പ്രാകൃതയുള്ള ഒരു നേട്ടവും ഒക്കെ നിങ്ങളുടെ മനസ്സിനും ഒരു മാനസികമായ അല്ലെങ്കിൽ ഒരു ആത്മീയമായ ഊർജ്ജം നൽകുന്ന ദിവസമാണ്. പറഞ്ഞല്ലോ ആദ്യം തന്നെ വെള്ളിയാഴ്ച ദിവസമാണ് എന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് വന്നു ചേരുന്നുണ്ട്. ബുധൻ അനുകൂല സ്ഥാനത്ത് തുടരുന്നുണ്ട്, അതും മനസ്സിലാക്കണം. അപ്പോൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ തൊഴിൽ കാര്യങ്ങളിലൊക്കെ നാളെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന നിലയിലാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ഡിസിഷൻ എടുക്കണം എന്നതാണെങ്കിൽ നിങ്ങൾ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ ഒരു നേട്ടം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈശ്വരാധീനം നാളെ നല്ല രീതിയിൽ നിങ്ങൾക്കൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരിക്കും. അതുവഴി മാനസികമായൊരു സമാധാനമൊക്കെ അനുഭവപ്പെടുന്ന നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് പൊതുവെ നല്ലതായിരുന്നു, ഒരു ശാന്തി, ഒരു സമാധാനം, ആകുലതകൾ ഒഴിഞ്ഞ ഒരു ദിവസം എന്ന് പറയാറില്ലേ. അപ്പോൾ പൂർണ്ണമായ നാളത്തെ ദിനം നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്ന സുദിനം തന്നെയായിരിക്കും. ഇപ്പോൾ ഞാൻ പ്രതിപാദിച്ച ഈ നക്ഷത്രക്കാർക്ക് നാളെ വലിയ രീതിയിലുള്ള ഗ്രഹാനുകൂല്യമുണ്ടെങ്കിലും മറ്റ് നക്ഷത്രക്കാർ നിരാശരാകേണ്ടതോ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. ജ്യോതിഷശാസ്ത്രം എപ്പോഴും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും. അപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ ശുഭകരമാക്കാനായി എന്ത് കാര്യം ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി കൂടി പറഞ്ഞു തരാം. നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ നാളെ വിശാഖ നക്ഷത്രവും ആയതിനാൽ തന്നെ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം മഹാലക്ഷ്മിയുടെയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെയോ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെയോ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക. അതല്ല രാവിലെ തന്നെ അടുത്ത വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു ഡപ്പി നെയ്യ് കൂടി വാങ്ങിച്ച് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതേപോലെ അടുക്കളയിൽ നാളെ പാചകം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളമോ പാലോ തിളപ്പിക്കാൻ വെക്കുന്നതാണ് കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് സഹായിക്കുന്നത്. നാളെ നല്ല എപ്പോഴായാലും ആദ്യം നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഒരു ദിവസം ചെന്ന് അടുപ്പ് ആദ്യം കത്തിക്കുക, ഒന്നുകിൽ വെള്ളം തിളപ്പിക്കുക, അതല്ലെങ്കിൽ ചായയ്ക്കുള്ള കാര്യങ്ങൾ അതായത് പാല് തിളപ്പിക്കുക. ഇത് രണ്ടും അല്ലാതെ വേറെ കറികളെടുത്ത് ഫ്രഷ് ആക്കുകയോ അല്ലെങ്കിൽ കറികളെടുത്തൊന്ന് ചൂടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് പിറ്റേന്ന് നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ കറികൾ ആദ്യം എടുത്ത് ചൂടാക്കുന്ന ഒരു ശീലമൊക്കെ കാണും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ആദ്യം ചൂടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ആദ്യം അടുപ്പിൽ വെക്കേണ്ടത് പച്ചവെള്ളം തിളപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പാല്.
ഈ 2 കാര്യമല്ലാതെ വേറെ ഒന്നും ആദ്യം വെച്ചാൽ അത് പിന്നെ അന്നത്തിന് ഒരു ഭാഗ്യം ഭാവിയിൽ വരുന്നതിനും ചിലപ്പോൾ പതിയെ മുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട സമയം കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് നാളെ രാഹുകാലം വരുന്നത് പകൽ 11:02 മുതൽ 12:42 വരെയാണ്. അപ്പോൾ ഈ ഒരു സമയം ഏറ്റവും സൂക്ഷിക്കേണ്ട സമയമാണ്. പുതിയ കാര്യങ്ങളോ പ്രധാനപ്പെട്ട ചർച്ചകളോ തുടങ്ങുന്നത് ഏറ്റവും ഉത്തമമായിട്ട് പറയാൻ സാധിക്കാത്ത സമയമാണ്. എന്നാൽ നാളെ സത്സമയം ഏതാണ്, നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ നാളെ ഒരു 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് മുതൽ 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ് വരെയുള്ളൊരു സമയം അഭിജിത്ത് മുഹൂർത്തമാണ്. അപ്പോൾ അത് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളുടെ ചലനം പ്രകൃതി നിയമമാണെന്നത് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം, നമ്മുടെ കർമ്മങ്ങളെ എങ്ങനെ നമുക്ക് നേരെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് നമ്മുടെ വിജയത്തെ കൂടി സുനിശ്ചിതമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനാൽ തന്നെ നാളത്തെ ദിവസം നമ്മൾ കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ അത് അനുകൂലമാണ്, അതിൻ്റെ വഴിക്ക് വിടുക എന്നതല്ല, നമ്മൾ കൂടി അതിനനുസരിച്ച് പോയാൽ ആ ദിവസത്തിൻ്റെ ശുഭഫലം നമ്മൾക്ക് നേടിയെടുക്കാൻ കൂടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.